ഗിയർ മാറാൻ നേരത്തെ ക്ലച്ച് കംപ്ലീറ്റ് ആയിട്ട് പുള്ള് ചെയ്യേണ്ട ആവശ്യമില്ല. അവരും ഇപ്പോഴും ക്ലച്ച് പിടിക്കുന്നത് ഇതുപോലെ 4 വിരൽ വെച്ചിട്ടാണ്. അപ്പോൾ 4 വിരൽ യൂസ് ചെയ്ത് ക്ലച്ച് പിടിക്കണോ 2 വിരൽ യൂസ് ചെയ്ത് ക്ലച്ച് പിടിക്കണോ നമുക്ക് നോക്കാം. നമ്മൾ പണ്ട് തൊട്ടേ 4 വിരൽ വെച്ചായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടി പഠിപ്പിച്ച് തന്നത്. നമ്മൾ അങ്ങനെയാണ് പഠിച്ചെന്ന് വെച്ചിട്ട് അതല്ല ഈസി ആയിട്ടുള്ള മെത്തേഡ്. 2 ഫിംഗറാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. 4 വിരൽ വെച്ചിട്ട് ക്ലച്ച് പിടിക്കുന്ന മിക്കുള്ളവരും ക്ലച്ച് ബ്രേക്ക് കൂട്ടിയിട്ടിട്ട് ഇത്രയും പുള്ള് ചെയ്തായിരിക്കും ഗിയർ മാറുന്നത്. അപ്പം വിടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ടൈം എടുക്കും ഓരോ ഗിയറും എൻഗേജ് ആവാൻ വേണ്ടി. പിന്നെ മാറ്റി നിങ്ങൾ 2 ഫിംഗറിലോട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു ലിവറിൻ്റെ ഗ്രൂവിൽ തന്നെ നിങ്ങൾ ഫിംഗർ പ്ലേസ്ഡ് ആവും. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വിരലിലേക്ക് ഇത്രയും അടുപ്പിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ക്ലച്ച് പ്ലേ ഇട്ടതിന് ശേഷം ഗിയർ മാറാൻ നേരത്തും ഒരു കറക്റ്റ് ആ ഒരു ബൈറ്റ് പോയിന്റ് വരയ്ക്ക് മാത്രം പുള്ള് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആ വണ്ടിയുടെ ഗിയർ മാറാൻ നേരത്ത് ക്ലച്ച് കംപ്ലീറ്റ് ആയിട്ട് പുള്ള് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലച്ച് ആ ഒരു എൻഗേജ് ആവുന്ന പോയിന്റ് വരെ മാത്രം പുള്ള് ചെയ്താൽ മതി. ഈ ഒരു രീതിക്ക് കറക്റ്റ് ആ ഒരു പോയിന്റ് വരെ പുള്ള് ചെയ്തിട്ട് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഗിയർ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റും. ഇത്രയും അടുപ്പിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ ഈ ഇത്ര ഒരു സോൺ ഡെഡ് സോൺ ആണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ നിങ്ങൾക്ക് വണ്ടിയെ ക്ലച്ച് വിട്ട് ഒരു സർട്ടൻ പോയിന്റ് എത്തുമ്പോഴേക്കും വണ്ടി മൂവായി തുടങ്ങുന്നത് അതുവരേക്കും മാത്രമേ നിങ്ങൾ ക്ലച്ച് പിടിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇപ്പോഴും ഇതേപോലെ 4 വിരൽ വെച്ചൊക്കെയാണ് ബ്രേക്ക് വെച്ചൊക്കെ പിടിക്കുകയും നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇതിനു മുമ്പേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസ് കൂടെ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്തേക്ക്. അതേപോലെ തന്നെ ഇപ്പോഴും ഇതേപോലെ പിടിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.